ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ സ്പെഷ്യൽ മോര് കാച്ചിയതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാ ഞാൻ മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു മോര് കാച്ചിയതുണ്ടെങ്കിലുണ്ടല്ലോ വേറൊന്നും വേണ്ട. ഒരു മുട്ട പൊരിച്ചതും ഈ ഒരു മോര് കാച്ചിയതും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ഞാൻ ഇട്ടു. ഇതൊരു സ്പെഷ്യൽ മോരുകറിയാണ്, സാധാരണ മോര് കാച്ചിയതല്ല. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് മോര് കാച്ചിയതാണ്. അദ്ദേഹമാണ് ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ മോര് കാച്ചിയതാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഈ ഒരു റെസിപ്പി എനിക്ക് ഉണ്ടാക്കി തന്നതും എന്നെ പഠിപ്പിച്ചതും എല്ലാം. അപ്പോൾ സവോള പെട്ടെന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഞാൻ സോട്ട് ചെയ്യാണ്. ഉപ്പിട്ട് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സവോള പെട്ടെന്നൊന്ന് വഴരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോള നന്നായിട്ട് വഴലുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇട്ടത് ഇതാണ്. ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, എൻ്റെ മോര് കാച്ചിയതിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് വെറുതെ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഞാൻ ആ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഓരോന്നോരോന്നെടുത്ത് ഇടുന്നത്. അപ്പോൾ ഞാൻ നീളത്തിലരിഞ്ഞ ഒരു 4 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ എൻ്റെ ഒരു അളവാണ് ഈ പറയുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. നന്നായിട്ട് കിടന്നു. ഇപ്പോൾ സവോള എത്രത്തോളം വഴലുന്നോ അത്രയും രുചി, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഇട്ടു. പിന്നെ കുറച്ച് ഗാർലിക് ഇട്ടു. അത് നന്നായിട്ട് വഴണ്ടോട്ടെ. പിന്നെ ഒരു 3 വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ നേരത്തെ കാണിച്ച പ്ലേറ്റിലേ ബാക്കി കുറച്ച് അരിഞ്ഞ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും വേസ്റ്റ് ആക്കാതെ എല്ലാം അതിലേക്ക് തട്ടിയതാണ്. എന്നിട്ട് നന്നായിട്ട് വഴട്ടുവാണ്. അപ്പോൾ അതവളെ കിടന്ന് വഴലട്ടെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ മോര് കാച്ചിയതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി എണ്ണയിലൊക്കെ കിടന്ന് കുറച്ച് മൂക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മൂക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു പച്ചമണം വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ നേരം ഒന്ന് വഴട്ടുന്നത്. മഞ്ഞൾപ്പൊടി പച്ചമണം വന്നാൽ നമ്മുടെ മോര് കാച്ചിയതിനൊരു രസം ഉണ്ടാവത്തില്ല. അതിന് ശേഷം ഒരു പിഞ്ച് ചില്ലി പൗഡർ ഇട്ടു. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ പച്ചമുളകും വത്തൽമുളകും ഒക്കെ ഓൾറെഡി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇനി നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൂടുതൽ സ്പൈസി ആക്കുന്നില്ല. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതാവുമ്പോൾ എരിവുമുണ്ട്, അതുപോലെ തന്നെ ഒരു കളറും കിട്ടും. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും, ഈ 3 പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം ഇതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കട്ടത്തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒരു മിനിറ്റ് അടിച്ചെടുത്തു. ഫ്യൂ സെക്കൻഡ്സ് അടിച്ചെടുത്തു. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ എന്ത് ചെയ്തു, ഈ മോര് കാച്ചിയത് നന്നായിട്ട് അടിച്ച് എടുത്തു. അതിലേക്ക് തട്ടി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോര് കാച്ചിയതിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്യണം. ഇത് ബാച്ചിലേഴ്സിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് എന്നോട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ
വെറൈറ്റി മോര് കാച്ചിയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.